കൊച്ചിയിൽ കനത്ത മഴ 24 മണിക്കൂറിനുള്ളിൽ ശരാശരി പെയ്തത് 83.7 മില്ലിമീറ്റർ മഴയാണ്. കളമശ്ശേരി, തൃക്കാക്കര, മൂലേപ്പാടം എന്നിവിടങ്ങളിൽ വെള്ളം പൊങ്ങി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഇടപ്പള്ളി, അരൂർ ഭാഗങ്ങളിലെ വീടുകളിലും കടകളിലും വെള്ളം കയറി. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത്രത്തോളം ശക്തമായ മഴ, ശക്തമായ വെള്ളക്കെട്ട്, ജനജീവിതം അത്രത്തോളം ദുസ്സഹമായി പലയിടങ്ങളിൽ നിന്നും ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനം ഉണ്ടായിട്ടുണ്ടല്ലേ? സുരേഷ്, കൊച്ചിയിൽ നിലവിൽ മഴയ്ക്ക് അല്പം ശമനം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ശരാശരി കൊച്ചിയിൽ പെയ്ത മഴയുടെ അളവെന്ന് പറയുന്നത് 83.7 മില്ലിമീറ്റർ ആണ്. ഇന്നത്തെ കനത്ത മഴയിൽ ഇന്നലെ വെള്ളം കയറിയ കളമശ്ശേരി, തൃക്കാക്കര, മൂലേപ്പാടം എന്നിവിടങ്ങളിൽ ഇന്നും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഇവിടങ്ങളിലെ വീടുകളിലും കടകളിലും വെള്ളം കയറി. നിലവിൽ അവിടുത്തെക്കാരെ മറ്റൊരിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാക്കനാട് പടമുകളിൽ വീടിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞ് കുളത്തിലേക്ക് വീണിട്ടുണ്ട്. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കാറും കുളത്തിലേക്ക് വീണു. പുത്തൻകുരിശ്, അതോടൊപ്പം തന്നെ കോലഞ്ചേരി ഭാഗങ്ങളിലും കനത്ത മഴ പെയ്യുകയും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വെള്ളം കയറി ദേശീയപാതയിലടക്കം കനത്ത ഗതാഗത കുരുക്കുണ്ടായി. ഇടപ്പള്ളി, അതോടൊപ്പം പാലാരിവട്ടം, മാമംഗലം തുടങ്ങിയ ഭാഗങ്ങളിലും വലിയ രീതിയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. കൊച്ചിയിലെ നഗര പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളത്തിൽ മൂടുന്ന അല്ലെങ്കിൽ വെള്ളത്താൽ മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഇൻഫോ പാർക്ക് മേഖലയും സമാനമായിട്ട് ഇന്നലത്തേന് സമാനമായ വെള്ളക്കെട്ടിൽ തന്നെയാണ് ഉള്ളത്. നിലവിൽ ഈ പ്രദേശങ്ങളിൽ അല്പം മഴയ്ക്ക് ശമനമുണ്ട്. അതുകൊണ്ട് ചിലയിടങ്ങളിൽ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാനുകളിലെയും ഓടകളിലെയും മാലിന്യം നീക്കം ചെയ്യാത്തതാണ് കൊച്ചിയിൽ ഈ പെട്ടെന്ന് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. മാത്രമല്ല, ഈ നീരൊഴുക്ക് മുല്ലശ്ശേരി കനാലിലും പേരണ്ടൂർ കനാലിലും തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. മാലിന്യം മൂടിക്കിടക്കുന്നത് മൂലം ഈ ഓടകളിൽ നിറഞ്ഞു കവിഞ്ഞു വരികയും ഈ പെയ്ത്തുമഴയെ കൂടി വരുമ്പോഴത്തേക്കും ആ വെള്ളവും കൂടി ഇറങ്ങുമ്പോഴത്തേക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കളമശ്ശേരി, തൃക്കാക്കര ഭാഗങ്ങളിലാണ് കൂടുതൽ ജനജീവിതം ദുസ്സഹമായിട്ടുള്ളത്. ഇന്നലെ പെയ്ത മഴയിലും ഈ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു. ആ വീടുകളടക്കം വൃത്തിയാക്കി ഇന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എത്തിയ സമയത്ത് തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ കനത്ത മഴയിൽ അവിടങ്ങളിൽ തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും കാക്കനാട് LP സ്കൂളിൽ നിലവിൽ ഒരു ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. കീലേരി മലയിലുള്ള ആളുകളെയൊക്കെ തന്നെ അവിടേക്കാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കളമശ്ശേരി ഭാഗത്തെ ചില ആളുകളെയൊക്കെ തന്നെ മറ്റിടങ്ങളിലേക്ക്, അതായത് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേഷ്, രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.